കോഴിക്കോട് ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസിന്റെ സഹോദരൻ പി.കെ. ബുജൈറിന് ജാമ്യമില്ല. കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ബുജൈറിന്റെ ജാമ്യ ഹർജി തള്ളിയത്. ബെൻസൺ ബാബു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ബെൻസൺ, വിശദാംശങ്ങൾ. ബിനിൽ, കഴിഞ്ഞ ശനിയാഴ്ചയാണ് പി.കെ. ബുജൈറിനെ പോലീസിനെ ആക്രമിച്ചു എന്ന കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. അത് ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകളെ പരിശോധിക്കുകയും അതിനിടയിൽ പി.കെ. അവിടെ നിന്നും കണ്ടെത്തിയ അല്ലെങ്കിൽ അവിടെ നിന്നും പിടികൂടിയ റിയാസ് എന്ന വ്യക്തിക്ക് പി.കെ. ബുജൈറുമായി ലഹരി ഇടപാടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ബുജൈറിനെ ഈ സംഭവ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്യുന്നതിനിടയിലാണ്, പോലീസ് പരിശോധനയ്ക്കിടയിലാണ് ഇത്തരത്തിൽ ബുജൈർ പോലീസിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അതോടൊപ്പം തന്നെ ആക്രമിച്ചു എന്നീ വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തതും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നത്. തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അദ്ദേഹം റിമാൻഡിലായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് ജാമ്യത്തിന് ഹർജി നൽകുന്നു. പക്ഷേ ജാമ്യ ഹർജി തള്ളുകയാണ് ഉണ്ടായത്. ഈ ബുജൈറിന് ലഹരി ഇടപാട്, ഈ കാര്യമായിട്ടുള്ള ലഹരി ഇടപാട് ഉണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ എന്നാൽ ഈ അന്വേഷണവുമായി സഹകരിക്കാൻ ബുജൈർ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ബുജൈറിന്റെ ഫോൺ അടക്കം പരിശോധിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ ലോക്ക് ഉൾപ്പെടെ തുറന്നു നൽകാൻ ഇയാൾ തയ്യാറാകാത്തതിന്റെ സാഹചര്യത്തിൽ കോടതിയെ ഇക്കാര്യം ധരിപ്പിക്കുകയും തുടർന്ന് കോടതിയിൽ നിന്നും അനുവാദം വാങ്ങിയതിനു ശേഷം ഇയാളുടെ ഫോൺ വിദഗ്ധ പരിശോധനയ്ക്കായി അല്ലെങ്കിൽ സാങ്കേതിക പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തിട്ടുണ്ട്. ബുജൈറിനെതിരെ നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കേസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിനെ ആക്രമിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയുള്ള കേസുകളാണ് ബുജൈറിനെതിരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബെൻസൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. പി.കെ. ബുജൈറിന് ജാമ്യമില്ല.